മാത്സ് ടീച്ചറിലേക്ക് സ്വാഗതം. പ്രിയ വിദ്യാർത്ഥികളെ, 8ാം ക്ലാസ്സിൽ നമ്മൾ പുതിയ പാഠം തുടങ്ങി അല്ലേ? പണവിനിമയം എന്ന് പറഞ്ഞ പാഠം തുടങ്ങി. അതിലെ കൂട്ടുപലിശയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവതരിപ്പിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ കൂടി നമുക്കിന്ന് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, 8% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സന്ദീപ് 25,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ എന്ത് തുക അല്ലെങ്കിൽ എത്ര രൂപ തിരികെ കിട്ടും? ഇതാ ചോദ്യം. എന്തെല്ലാം കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്? പ്രിൻസിപ്പൽ നമുക്കറിയാം, അഥവാ മുതൽ അറിയാം. എത്രയാണ്? 25,000 രൂപയാണ്. ഇനിയോ പലിശ നിരക്ക് നമുക്കറിയാം, 6 അറിയാം. 6 എത്ര ശതമാനമാണ് തന്നിട്ടുള്ളത്? 8%. 8%. ഇനിയോ വർഷം എത്രയാണ്? നമ്പർ ഓഫ് ഇയേഴ്സ്. 2 വർഷം കഴിഞ്ഞ് എത്ര രൂപ തിരികെ കിട്ടും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ 25,000 രൂപ നിക്ഷേപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. 8% ബാങ്ക് നൽകുന്ന പലിശ. 2 വർഷം കഴിഞ്ഞിട്ടാണ് പൈസ തിരിച്ചെടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വാർഷികമായിട്ടാണ് പൈസ കണക്കാക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം I1 കാണാം. എങ്ങനെയാ കൂട്ടുപലിശ ക്രമത്തിൽ കാണുമ്പോൾ നമ്മൾക്കറിയാം, ആദ്യം നമ്മൾ 1 വർഷത്തെ ഇൻട്രസ്റ്റ് കാണും, അത് മുതലിനോട് കൂട്ടും. അതായിരിക്കും അടുത്ത വർഷത്തെ മുതൽ. പലിശ അടക്കം മുതലാണ്. അതിനാണ് പിന്നീട് നമ്മൾ പലിശ കണക്കാക്കുക അല്ലേ? അപ്പൊ I1 എന്ത് കിട്ടും? 1ാം വർഷത്തെ ഇൻട്രസ്റ്റ് എന്നുള്ളത് ചുരുക്കിയാണ് ഞാൻ I1 എഴുതിയത്. അപ്പൊ I1 സംബന്ധം കിട്ടും. നമുക്കറിയാം PRN ആണ് അല്ലെ? 1 വർഷത്തേക്കുള്ള കാര്യമാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ എന്ത് വരും? 25,000 ഇൻറ്റു എത്ര? 1 വർഷത്തേക്കാണ് 8%. 8% നമുക്ക് 8/100 തരും. ഇതല്ലേ? അപ്പൊ എത്ര കിട്ടുക? 0 വെട്ടിപ്പോയി. നമുക്ക് എന്ത് കിട്ടും? 825 200 ഒരു 0 ഉണ്ടാവും അല്ലെ? അപ്പൊ എത്ര കിട്ടും? 2,000 രൂപയാണ് പലിശ. അപ്പൊ ഇനി അടുത്ത വർഷത്തെ ഇത് P1 ആണ്. നമുക്ക് ആദ്യം തുടക്കത്തിലുള്ളതാണ് P1. നമുക്ക് എഴുതാം 25,000. അപ്പൊ 2ാം വർഷത്തെ മുതൽ എന്നുള്ളത് നമുക്ക് P2 തരും. 2ാം വർഷത്തെ മുതൽ എത്ര കിട്ടും? 25,000 കൂടെ 2,000 കൂടും. അപ്പൊ എത്ര വരും? 25,000 പ്ലസ് 2,000 വരുമ്പോ 27,000 വരും. അപ്പൊ അയാൾ 2ാം വർഷത്തെ മുതൽ 27,000 ആദ്യത്തെ പലിശയോട് കൂടി അല്ലേ? അപ്പൊ അങ്ങനെ ആകുമ്പോ I2 നമുക്ക് എന്താ കിട്ടുക? I2 സമം ഈ 27,000 എത്ര പലിശ കിട്ടും എന്നുള്ളതാണ്. 2ാം വർഷം എത്ര പലിശ കിട്ടും? അപ്പൊ 27,000 ഇൻറ്റു വർഷം നമ്മൾ എഴുതുന്നില്ല, 1 വർഷത്തെ കാര്യം നമ്മൾ എഴുതുക. എങ്ങനെ കിടന്നോട്ടെ? ഇൻറ്റു 8/100 അല്ലേ? അപ്പൊ എത്ര വരും? 100 ക്യാൻസൽ ചെയ്തു. 8 7 56, 8 2 16, 5 21 0. 2,160 രൂപ. നേരത്തേക്കാൾ എത്ര രൂപ അധികം വന്നു പലിശ? 160 അല്ലേ? നേരത്തേക്കാളും 160 അധികം വേണം. എങ്ങനെ വരാൻ കാരണം എന്താ? ഈ പലിശ മുതലായി വന്നു. പലിശയും കൂടിയാണ് നമ്മൾ മുതൽ കണ്ടത്. അതുകൊണ്ടാണ് 25,000 ആയിരുന്നു ആദ്യം, 27,000. അതുകൊണ്ടാണ് 160 രൂപ അധികം വന്നത് അല്ലേ? അപ്പൊ ഇനി നമുക്ക് എന്ത് കിട്ടും? P3 അതായത് 3ാം വർഷ ആരംഭത്തില്, അതായത് 2 വർഷം കഴിയുമ്പോ എത്ര മുതൽ നമുക്ക് അയാൾക്ക് തിരിച്ചു കിട്ടുക? 27,000 കൂടെ എത്ര കിട്ടും? 2,160 കിട്ടും അല്ലേ? അപ്പം എത്ര രൂപ കിട്ടുന്നത്? 29,160 രൂപ കിട്ടും. അതായത് P3 അവിടെ എഴുതിയ 3ാം വർഷം ആരംഭത്തിലാണ്. 2 വർഷം കഴിയുമ്പോൾ 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ തിരികെ കിട്ടും? 29,160 രൂപ തിരിച്ചു കിട്ടും. അപ്പൊ ആകെ എത്ര പലിശ എത്ര ഉണ്ടാവും? 25,000 അയാൾ നിക്ഷേപിക്കുന്നത്. അയാൾക്ക് എത്ര കിട്ടി? 4,160 രൂപ പലിശ മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാം. യെസ്. ഇനി അടുത്ത ചോദ്യം നോക്കിയാലോ? 12% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിന്ന് തോമസ് 15,000 രൂപ കടമെടുത്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ 10,000 രൂപ തിരിച്ചടച്ചു. 3ാം വർഷ അവസാനം കടം തീർക്കാൻ എത്ര രൂപ തിരിച്ചടയ്ക്കണം?
ഇതാണ് പ്രശ്നം. നോക്കൂ, ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അയാള് ലോൺ എടുക്കുന്നത് അതിന് നമുക്ക് P1 കൊടുക്കാം അല്ലെ. ആദ്യ വർഷം അയാള് കടം എടുക്കുന്നത് 15,000 രൂപയാണ്. എത്ര ബാങ്ക് പലിശ നിരക്ക് എത്രയാണ്? 12%. 2 വർഷം ഇതേ നിരക്കിലാണ് പോവാൻ അല്ലെ. 2 വർഷം 15,000 രൂപ തന്നെയാണ്. 2 വർഷം ഇയാള് തിരിച്ചടയ്ക്കുന്നൊന്നുമില്ല. 2 വർഷം കഴിഞ്ഞപ്പോഴാണ് അയാൾ എന്ത് ചെയ്യുന്നത്? 10,000 രൂപ തിരിച്ചടയ്ക്കുന്നത് അല്ലെ. പിന്നെ ഒരു വർഷത്തെ കാര്യം നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതുപോലെ 2 വർഷത്തെ പലിശ അടക്കം അയാൾ എത്ര കടം വീട്ടാനുണ്ടാവുന്നുള്ള നമ്മൾ കണ്ടെത്താദ്യം. അപ്പൊ I1 നമുക്ക് കാണാം. 1-ാം വർഷം 1 വർഷം കഴിയുമ്പോഴുള്ള പലിശ നമുക്ക് എന്ത് കിട്ടും? PRN ആണ്. PRN അല്ലെ. എന്ന് വരും. P എത്ര? 15,000 രൂപയാണ് അയാൾ കടെടുത്തത്. 12 1 വർഷം കഴിയുമ്പോ അയാളെ പലിശ നടന്ന് 12/100 നിരക്ക് വരും. വെട്ടിപ്പോയി കഴിഞ്ഞാല് 12 5 60 6 ബാക്കി 12 1 12 6 18 ഒരു 0 ഉണ്ട്. 1,800 രൂപ പലിശ. മനസ്സിലായോ? 12 5 60 6 ബാക്കി 12 1 12 6 18 അല്ലേ. അപ്പം 1,800 രൂപ ഇത്രയാണ് പലിശ വരിക. അപ്പൊ ഇനി P2 2-ാം വർഷം ആരംഭത്തിൽ അയാൾക്ക് ബാങ്കിൽ എത്ര കടായി മാറി? 15,000ന്റെ കൂടെ 1,800 കൂടി വന്നു. എത്ര ഉണ്ടാവും? അപ്പൊ 15,000 പ്ലസ് 1,800 എത്ര വന്നു? 16,800 രൂപയായിരിക്കും അയാളുടെ കടം. 1 വർഷം കഴിയുമ്പോഴേക്ക് അയാളുടെ പേരിൽ ഇത്രയും കടം വരും അല്ലെ. ഇനി ആ വർഷം 2-ാം വർഷം അവസാനം ആകുമ്പോഴേക്ക് എത്ര വരും? 2 വർഷം കഴിയുമ്പോഴേക്ക് പലിശ ഇതിന്റെ പലിശ വരും. I2 വരും. കണ്ടെത്തണം അല്ലെ. 2-ാം വർഷം അവര് ബാങ്ക് പലിശ കണക്കാക്കും. അപ്പൊ എത്ര വരിക? 16,800 1 വർഷത്തേക്ക് 12% നിരക്കിൽ അവർ പലിശ കണക്കാക്കും. ഇങ്ങനല്ലേ. അപ്പൊ എത്ര വരും? 0 വെട്ടിപ്പോയി. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് 168 നമ്മള് 12 കൊണ്ട് കുടിക്കണം. 2 8 16 2 6 12 1 13 2 1 2 1 3 പിന്നെ ആ 1 കൊണ്ട് കുടിക്കുമ്പോ തന്നെ വരും അല്ലെ. 8 6 1 6 8 3 11 3 6 9 1 10 2016 രൂപ പലിശ. 2016. ഇനി 2-ാം വർഷം അവസാനമാകുമ്പോഴേക്കും നമുക്ക് അതിനെ P3 ചെയ്യാം. 3-ാം വർഷം ആരംഭത്തിൽ എത്ര ഉണ്ടാവും കടം? ശരിക്ക് 16,800ന്റെ കൂടെ 2,016 കൂടി വരും. ഇത്രയും കൂടി വരും. അപ്പൊ എത്ര അയാളെ മൊത്തം അയാളെ ബാധ്യത എത്രയായി? ബാങ്കിലെ ബാധ്യത എത്രയായി? 6 1 ഇനിയോ 8 6 2 8 1 18,816. അയാൾ എത്ര രൂപ എടുത്തിരുന്നത്? 15,000 രൂപ എടുത്തുന്നുള്ളൂ. 2 കൊല്ലം കഴിയുമ്പോഴേക്ക് പലിശ അടക്കം അയാളുടെ കടം എത്ര വരും? 18,816 വരും. എന്താ അയാൾ ചെയ്യുന്നത്? 2 വർഷം കഴിയുമ്പോ ഇത്രയും കടണ്ട് അയാൾ 10,000 രൂപ ബാങ്കിൽ അടയ്ക്കുന്നു. അപ്പൊ ഇനി അയാളുടെ പേരിൽ 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ 3-ാം വർഷ ആരംഭത്തിൽ അയാൾക്ക് എത്ര? 3-ാം വർഷ ആരംഭത്തിൽ കടം എത്ര ഉണ്ടാവും? എങ്ങനെയാ കണ്ടുപിടിക്കുക? 18,800 രൂപ 18,816 10,000 കുറയ്ക്കണം അല്ലെ. 6 1 8 8 അല്ലെ 8,816 മനക്കണക്കായിട്ട് നമുക്ക് ചെയ്യാം. എഴുതി കുറയ്ക്കണമെന്നില്ല. 8,816 അയാളുടെ നിലവിലുള്ള കടം. ഇനി എന്ത് ചെയ്യും? I3 3-ാം വർഷത്തെ പലിശ നമ്മൾ കാണും. ഇത്രയുള്ള പൈസ I3 കാണും. അപ്പൊ 8,816ന്റെ 1 വർഷത്തേക്ക് 12% പലിശ നല്ല വരിക. അപ്പൊ ഒരു കാര്യം ചെയ്യാം. നമുക്ക് 12 കൊണ്ട് ഗുണിച്ചിട്ട് 100 കൊണ്ട് ആയിരിക്കാൻ എളുപ്പം. 2 ദശാംശം ഇട്ടാ പോരെ. അപ്പൊ നമുക്ക് ആദ്യം ഗുണിച്ചു നോക്കാം അല്ലെ. അങ്ങനെ കിട്ടും 8,816 നമ്മള് 12 കൊണ്ട് ഗുണിച്ചു. 2 6 12 1 ബാക്കി 2 1 2 1 3 2 8 16 2 8 16 1 17
ഒന്നുകൊണ്ട് കുടിക്കുമ്പോ ഇതേ നമ്പർ തന്നെ. ഇപ്പൊ 6, 1, 8 കൂട്ടുക 2, 9, 7, 8, 15, 8, 9, 10 എത്ര 10,000. അതിന് 2 ദശാംശ സ്ഥാനം ചേർക്കാനുണ്ട്. സോറി 2 ദശാംശ സ്ഥാനം ചേർക്കും. അയാളുടെ പലിശ എത്ര വരും? 1057 രൂപ പലിശ ഉണ്ടാവും. 8,816 ആ 3-ാം വർഷ ആരംഭത്തിൽ അയാളെ കടം ഇനി ഇത്രയും കൂടി വരും. അപ്പൊ അയാൾ തിരിച്ചടയ്ക്കേണ്ട തുക എത്രയായിരിക്കും? ഞാൻ ഇതൊന്നും വായിക്കാണ്. തിരിച്ചടയ്ക്കേണ്ട തുക എത്രയായിരിക്കും? ഇത്രയാണ് കണ്ടത്. തിരിച്ചടയ്ക്കേണ്ട തുക 3-ാം വർഷ അവസാനം തിരിച്ചടയ്ക്കേണ്ട തുക കാണാൻ 3-ാം വർഷ അവസാനം ഇത്രയാണ് കടമുള്ളതായിട്ട് 8,816 ഉണ്ട്. അതിന്റെ കൂടെ ആ വർഷം പലിശ എത്ര വന്നു? 1057.92 അല്ലെ? 2, 9, 6, 7, 13, 6, 7, 8, 9. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 50 പൈസയിലൊക്കെ അധികമാണെങ്കിൽ നമ്മൾ 1 കൂട്ടും അല്ലെ? അപ്പൊ കടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരാം. 9,874 രൂപ അയാൾ തിരിച്ചടയ്ക്കാം. 9,874 രൂപ തിരിച്ചടയ്ക്കണം. ക്ലിയർ ആയല്ലോ? അവസാനത്തെ ഒരു പ്രശ്നം കൂടി നമുക്ക് ചെയ്യാം. അഞ്ച് ശതമാനം വാർഷിക നിരക്കിൽ ഒരു തുകയ്ക്ക് 2 വർഷത്തേക്ക് സാധാരണ പലിശയായി 200 രൂപ ലഭിച്ചു. അതേ തുകയ്ക്ക് അതേ നിരക്കിൽ 2 വർഷത്തേക്ക് ലഭിക്കുന്ന കൂട്ടുപലിശ എത്രയാണ്? ഇവിടെ തന്ന കാര്യം എന്തല്ല? തന്ന കാര്യങ്ങൾ പലിശ നിരക്ക് നമുക്കറിയാം. പലിശ നിരക്ക് അഥവാ നിങ്ങൾക്ക് എന്താ എഴുതല്? R അല്ലെ? R = 5% എന്നറിയാം. വർഷം അറിയാം. 2 വർഷം. ഇവിടെ 2 തരത്തിലുള്ള പലിശ. സാധാരണ പലിശ നമുക്ക് തന്നിട്ടുണ്ട്. സാധാരണ പലിശ എത്രയാണ്? ഏതോ ഒരു തുക അതിന് കിട്ടുന്ന സാധാരണ പലിശ നമുക്ക് തന്നിട്ടുണ്ട്. സാധാരണ പലിശ 200 രൂപയാണ് തന്നത്. നമുക്ക് വേണ്ടത് എത്രയോ രൂപ സാധാരണ പലിശ 5% നിരക്കിൽ 2 വർഷത്തേക്ക് ഇട്ടപ്പോ 200 രൂപയാണ് പലിശ കിട്ടിയത്. അതേ തുക നമ്മൾ 2 വർഷത്തെ കൂട്ടുപലിശ ക്രമത്തില് പലിശ കണക്കാക്കുന്ന ബാങ്കിൽ ഇട്ടാൽ എത്ര കിട്ടും നമ്മൾ കണ്ട്. ഇവിടെ നമുക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. പി അറിഞ്ഞൂടാ, മുതൽ അറിഞ്ഞൂടാ അല്ലെ? നമുക്ക് സാധാരണ പലിശ കാണാനുള്ള സൂത്രവാക്യം I = PR/N എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? P × R × N ആണ്. ഇതില് I നമുക്കറിയാം. I എത്രയാ? സാധാരണ പലിശയാണേ പറഞ്ഞത് 200 എന്ന് അറിയാം. P നമുക്ക് അറിഞ്ഞൂടാ. വർഷം 2 വർഷത്തേക്കാണ് ഈ 200 രൂപ പലിശ കിട്ടിയത്. അപ്പൊ N എന്ന് പറഞ്ഞ 2 വർഷമാണ്. R നമുക്കറിയാം 5%. 5/100 × N 2 വർഷം ഇങ്ങനെ കിട്ടി അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? P നമുക്ക് കണ്ടുപിടിച്ചൂടെ? I2 10. ഇത് നമുക്ക് 200 = P × 10/100 എന്നൊക്കെ ഒരു 0 വെട്ടിക്കളയും. P/10 എന്ന് കിട്ടും. P കണ്ടുകൂടെ? P എന്താ കിട്ടുക? P/10 എന്ന് പറയുന്നത് 200 ആണ്. അപ്പൊ P എന്താ കിട്ടുക? P ഈ 10 ഇങ്ങോട്ട് വരുമ്പോ ഇൻഡു എന്ന് പറയും. 200 × 10 എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 200 × 10 എന്ന് പറഞ്ഞാൽ 2000. 2000 രൂപയാണ് അയാള് ബാങ്കിൽ നിക്ഷേപിച്ചത്. 5% സാധാരണ പലിശയ്ക്ക് 2 വർഷം കഴിയുമ്പോഴാണ് അയാൾക്ക് 200 രൂപ പലിശ കിട്ടിയത്. അപ്പൊ നമുക്ക് മുതൽ കിട്ടിയല്ലോ. ഇനി എന്താ അടുത്ത ഭാഗം? ഈ 2000 രൂപ 5% നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അയാൾക്ക് എത്ര രൂപ പലിശ കിട്ടും? അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ കൂട്ടുപലിശ എത്ര? 2 വർഷത്തേക്ക് ലഭിക്കുന്ന കൂട്ടുപലിശ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം P 2000 ആണ്. ഇപ്പൊ നമുക്ക് വീണ്ടും കൂട്ടുപലിശ കാണുന്ന കാര്യം എഴുതാം. കൂട്ടുപലിശയാണ് നമ്മൾ എഴുതുന്നത്. കൂട്ടുപലിശ കാണുന്ന ഈ കണക്കില് P എന്ന് പറഞ്ഞാൽ 2000, പിന്നെ N എന്ന് പറഞ്ഞാൽ 2 വർഷം, R എന്ന് പറഞ്ഞാല് 5%.
നമുക്കിനി I1 കണ്ടുപിടിക്കാം. I1 സമം I1 സമം 2000 ഇൻറ്റു പി ഇൻറ്റു R എന്ന് പറഞ്ഞാല് 5/100 ഇൻറ്റു N എന്ന് പറഞ്ഞാല് 1 അല്ലേ? അപ്പൊ എത്ര കിട്ടും? 0 വെട്ടിപ്പോയി. I2 10 100 രൂപ. I1 100 രൂപ കിട്ടി. ഇനി അയാളുടെ മുതല് മാറി അല്ലേ? കൂട്ടുപലിശയാണിത്. 2000-ഉം 100-ഉം കൂടി ചേർന്നു. അതായത് ഇത് P1 ആയിരുന്നെങ്കിൽ P2 എന്ന് പറഞ്ഞാൽ രണ്ടാം വർഷ ആരംഭത്തിലെ തുക എന്ന് പറയുന്നത് 2000-ന്റെ കൂടെ 100 കൂടി കൂടും. 2100 ആയി മാറും. ഇനി I2 കാണാം. I2 സമം എന്താ? 2100-ന് ഒരു വർഷത്തേക്ക് എത്ര ശതമാനം നിരക്കില്? അല്ലെങ്കിൽ 5% നിരക്കില് ഒരു വർഷത്തേക്കുള്ള പലിശ കാണാം. അപ്പം 0 വെട്ടിപ്പോയി. I1 5, I2 10, 105 രൂപ. അപ്പൊ രണ്ടാം വർഷത്തില് 105 രൂപ, ആദ്യ വർഷത്തില് 100 രൂപ. രണ്ടും കൂടി ആകെ എത്ര പലിശ കിട്ടും? 100-ഉം 105-ഉം എത്ര കിട്ടും? ആകെ പലിശ എന്ന് പറയുന്നത്, ആകെ കൂട്ടുപലിശ എന്ന് പറയുന്നപ്പോഴേക്കും ആദ്യ വർഷം 100-ഉം ഇപ്പൊ 105 എത്ര വന്നു? 205 രൂപ അല്ലേ? ഇങ്ങനെ കാണാം. അല്ലെങ്കിൽ നമ്മള് മൂന്നാം വർഷം ആരംഭത്തിൽ 2 വർഷം കഴിയുമ്പോഴുള്ള പലിശ അടക്കം മുതൽ കാണാം. അതെങ്ങനെ കിട്ടും? 2100-ഉം 105-ഉം 2205 എന്ന് കിട്ടും. 2000 രൂപയാണ് അയാൾ നിക്ഷേപിച്ച് 205 രൂപ പലിശ. അങ്ങനെ കാണാം. അല്ലെങ്കിൽ ഈ പലിശ മാത്രം കൂട്ടിയാൽ മതി. 100-ഉം 105-ഉം എത്ര? 205 രൂപയാണ് പലിശ കിട്ടി. ഇപ്പൊ കൂട്ടുപലിശയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് കുറെ വർഷങ്ങൾ കൂടുന്നതിനനുസരിച്ച് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. എളുപ്പ വഴിയിൽ കണ്ടെത്താനുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.